മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം ആരംഭിക്കുന്നത് വിതക്കാരൻ്റെ ഉപമ പറഞ്ഞുകൊണ്ടാണ്. വിതക്കാരൻ വിതച്ചപ്പോൾ വചനം പലയിടങ്ങളിലേക്ക്, വിത്ത് പലയിടങ്ങളിലേക്ക് വീഴുകയാണ്. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. സ്നേഹമുള്ള, മണ്ണ് ആഴമില്ലാത്ത ഇടത്ത് വചനം പെയ്തിറങ്ങുമ്പോൾ, വചനം വിളമ്പുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ഓർമ്മിപ്പിക്കുക. മണ്ണിന് ആഴം ഇല്ല. സ്നേഹമുള്ള, നമ്മുടെ ജീവിതങ്ങളും ആഴമില്ലാത്തതാണെങ്കിൽ സംഭവിക്കുന്നതും ഇതുതന്നെ ആയിരിക്കും. എന്താണ് സംഭവിക്കുക? സൂര്യൻ ഉദിക്കുമ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്യും. വെയിലനുഭവങ്ങൾ, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ചൂടനുഭവങ്ങൾ നമ്മളെ കരിച്ചു കളയുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും. മാത്രമല്ല, വേര്, നല്ല കാറ്റും ഒക്കെ വരുമ്പോഴേക്കും വേരിന് ആഴമില്ലാത്തതിനാൽ എന്ത് സംഭവിക്കും? കടപഴകി വീഴും, താഴെ വീഴും. ഇത് ഒരു ആത്മീയ രഹസ്യമാണ്. സ്നേഹമുള്ളവരെ, കാണുമ്പോൾ എല്ലാം പച്ചിപ്പോടെ നിൽക്കുന്നുണ്ടാവും, പക്ഷേ ജീവിതത്തിന് ആഴങ്ങളില്ല. അങ്ങനെയുള്ള ജീവിതങ്ങൾ ഉറപ്പായും ഇതായിരിക്കും അവരെ കാത്തിരിക്കുന്നതെന്ന് വചനം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ ആഴമുള്ളതാക്കണം സ്നേഹമുള്ളവരെ, ബലമുള്ളതാക്കണം. ഒരു മരം ബലമുള്ളതാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ശിഖരമോ അതിൻ്റെ പഴങ്ങളോ കണ്ടതുകൊണ്ടല്ല, മറിച്ച് അതിൻ്റെ വേരുറപ്പാണ് ഒരു മരത്തിൻ്റെ ആഴം, അതിൻ്റെ ബലം തിരിച്ചറിയുക. അത് കണ്ടാണ് ആ മരം ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടുമോ എന്നറിയുക. സ്നേഹമുള്ള, കാറ്റടിച്ചാലും വെയിലടിച്ചാലും എന്ത് പ്രതികൂലങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ ആഴമായ വേരുറപ്പ് ആത്മീയ ജീവിതത്തിന് അനിവാര്യമാണ്. ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ ചിലരൊക്കെ തകിടം മറിഞ്ഞ് വീഴുന്നത് കണ്ടിട്ടില്ലേ? എത്ര ശ്രേയസ്സോടെ, സന്തോഷത്തോടെ, സൗഭാഗ്യങ്ങളോടെ, സമ്പത്തിൻ്റെയൊക്കെ കൊടുമുടിയിൽ ജീവിച്ചവർ ഇപ്പോൾ ഭൂമിയിൽ അപ്രത്യക്ഷമായി പോകുന്നത് കാണാറില്ലേ? നിരാശയിലേക്ക് പോകുന്നത് കാണാറില്ലേ? കാരണം എന്താ അറിയാമോ? കളർഫുള്ളായിരുന്നു പുറവും, ഉള്ളിലേക്ക് വേരുറപ്പ് നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളായിരുന്നു. ദൈവ പൈതലെ, നിൻ്റെ വേര് ഉറപ്പുള്ളതാണോ? നീയാകുന്ന മരം വേരുറപ്പുള്ളതാക്കാൻ ഈ വചനം നിന്നെ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. ആമേൻ.